നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശ്രീ പദ്ധതിയിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എല്ലാം ആലോചിച്ചാണ് ചെയ്തത്. AISF, AIYF പ്രവർത്തകരുടെ പ്രതിഷേധം അതിരുകടന്നതായും മന്ത്രി. ആഭിചാരക്രിയയ്ക്ക് കൂട്ടുനിന്നില്ല. ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ച് ഭർത്താവ്. കൊല്ലം മായൂർ സ്വദേശി റെജിലയ്ക്കാണ് മുഖത്ത് പൊള്ളലേറ്റത്. കൊല്ലം ജില്ലയിൽ എക്സൈസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തി. 2 ദിവസങ്ങളിലായി 100-ലധികം വാഹനങ്ങളാണ് പരിശോധിച്ചത്. പരിശോധന തുടരും. അമൃത് ഭാരത് പദ്ധതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉന്നതതല സന്ദർശനം. മധുര ഡിവിഷണൽ മാനേജർ ഓം പ്രകാശ് മീണയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. PM ശ്രീ പദ്ധതിയിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി ഇടപെട്ട് ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും എല്ലാം ആലോചിച്ചാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. AISF, AIYF പ്രവർത്തകരുടെ പ്രതിഷേധം അതിരുകടന്നതായും മന്ത്രി പറഞ്ഞു. സ്വാഭാവികമാണ്. ഒരു മുന്നണിയിൽ ചില വിഷയങ്ങൾ തർക്കം ഉണ്ടാകും. അത് നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ച് അത് അവസാനിപ്പിച്ച് പ്രശ്നത്തിന് കൂടുതൽ ദൃഢമായിട്ടുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പോംവഴി തേടി. PM ശ്രീ പദ്ധതിയിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി ഇടപെട്ട് ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാം ആലോചിച്ചിട്ടാണ് ചെയ്തത്. ഇതോടെ ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. അതിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് ഒരു മുഖ്യമന്ത്രി ആ കാര്യത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറമായി PM ശ്രീയെ സംബന്ധിച്ചിടത്തോളം ഇനി ആ അജണ്ട ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചു. മെറിറ്റ് ഡിബേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുന്നില്ല. ഞങ്ങളുടെ ഉപസമിതിയുണ്ട്. ഉപസമിതി കൂടി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. AISF, AIYF പ്രതിഷേധം അതിരുകടന്നു. ഇത് CPM, CPI തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിൽ ഇടപെടുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ആലോചിക്കേണ്ട കാര്യമാണ്. വിഷയം ഉണ്ടാകുമ്പോൾ ഘടകകക്ഷി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയും CPM തമ്മിലുള്ള തർക്കമാണ് ഉണ്ടായിരുന്നത്. ആ തർക്കം ഉണ്ടാകുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട വാക്കുകളും നടത്തേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ പക്വതയോടുകൂടി ചെയ്യുന്നതായിരുന്നു. ഒരിക്കലും ആർക്കും വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അവരുടെ നേതാക്കൾ വേദനിപ്പിക്കുന്ന പല വാക്കുകളും പറഞ്ഞതായി മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പ്രയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതായത് അവർ പ്രതിഷേധം അതിര് കടന്നു എന്നാണ് വേദന തോന്നുന്ന രൂപത്തിലുള്ള പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘട്ടത്തിൽ ഉണ്ടാവാൻ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള കോൺഗ്രസ് എസ് ആലപ്പുഴ ജില്ലാ നേതൃസംഗമം കായംകുളത്ത് നടത്തും. നവംബർ 8-ന് റോട്ടറി ക്ലബ്ബ് ഹാളിലാണ് നേതൃസംഗമം നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള കോൺഗ്രസ് എസിന്റെ നേതൃത്വത്തിൽ നേതൃസംഗമം സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലാ നേതൃസംഗമം നവംബർ 8-ന് കായംകുളം റോട്ടറി ക്ലബ്ബ് ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന ചെയർമാൻ ബിനോയ് ജോസഫ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും. വരും വർഷങ്ങളിലും ഈ വികസന നേട്ടം തുടരണം എന്നുള്ളത് കൊണ്ടും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ കേരളത്തിൽ വരണമെന്നും ഉള്ളതുകൊണ്ടും നടന്നിട്ടുള്ള വികസന നേട്ടങ്ങൾ മുഴുവൻ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ ഞങ്ങളുടെ മുഴുവൻ സ്ക്വാഡുകളും ഞങ്ങളുടെ സംവിധാനത്തിലുള്ള മുഴുവൻ പ്രവർത്തകരെയും എല്ലാ വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ ഷാജി കടമല, ഉന്നതാധികാര സമിതി അംഗം കവടിയാർ ധർമ്മജൻ, ജില്ലാ പ്രസിഡന്റ് ഷോണി മാത്യു, സംസ്ഥാന പ്രസിഡന്റ് PR വിനയൻ, ദേവദാസ്, സുബിൻ തോപ്പിൽ, R പുഷ്പരാജ്, ഷാജിമോൻ, ബിജു തയ്യിൽ തുടങ്ങിയവർ പങ്കെടുക്കും. നേതൃസംഗമം അടുത്ത മാസം
8-ാം തീയതി രാവിലെ 10:30 റോട്ടറി ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നേതൃസംഗമം ആരാധ്യനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ബിനോയ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ആ സമ്മേളനത്തിൽ പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ഷാജി കടമല മുഖ്യാതിഥിയെ പങ്കെടുക്കും. പിന്നെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ മുഴുവനും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് കരുനാഗപ്പള്ളിയിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനവും യോഗവും നടത്തിയത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും വിവിധ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്ത LDF സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് കരുനാഗപ്പള്ളിയിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത്. CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. ടൗൺ ക്ലബിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം CITU ഏരിയ സെക്രട്ടറി A. അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. പത്രികയിൽ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 1000 രൂപ വീതം പെൻഷൻ പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക്, അതുപോലെ അംഗൻവാടി ആശാ പ്രവർത്തകർക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇന്ന് നടത്തിയിട്ടുള്ളത്. T. രാജീവ് അധ്യക്ഷത വഹിച്ചു. പ്രവീൺ മനക്കൽ, M. സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആഭിചാരക്രിയയ്ക്ക് കൂട്ടുനിന്നില്ല. ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ച ഭർത്താവ്. കൊല്ലം ആയൂർ സ്വദേശി റെജിലയ്ക്കാണ് മുഖത്ത് പൊള്ളലേറ്റത്. ഭർത്താവ് സജീറിനെതിരെ റെജിലയുടെ കുടുംബം ചടയമംഗലം പോലീസിൽ പരാതി നൽകി. കൊല്ലത്താണ് ആഭിചാരക്രിയയ്ക്ക് കൂട്ടുനിൽക്കാത്തതിന് ഭാര്യയ്ക്ക് ക്രൂരമർദ്ദനമേറ്റത്. ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ചു. കൊല്ലം ആയൂർ വയക്കൽ ഇട്ടിവിളത്തക്കേതിൽ റെജിലയ്ക്കാണ് മുഖത്ത് പൊള്ളലേറ്റത്. ഭർത്താവ് സജീറിനെതിരെ റെജിലയുടെ കുടുംബം ചടയമംഗലം പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ഒളിവിൽ കഴിയുന്ന ഭർത്താവ് സജീറിനെതിരെയും ഉസ്താദിനെതിരെയും പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. ഉസ്താദ് ജപിച്ചു നൽകിയ ചരട് കൂടുവത്രമാണെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഭർത്താവ് ക്രൂരപീഡനം നടത്തിയത്. ഉസ്താദ് നിർദ്ദേശിച്ച ആഭിചാരക്രിയയ്ക്ക് കൂട്ടുനിൽക്കാത്തതാണ് ക്രൂരപീഡനത്തിന് കാരണമെന്നും യുവതിയുടെ കുടുംബം ആരോപിച്ചു. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ റെജില ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം ഭർത്താവ് ഉസ്താദിനെ കണ്ടിരുന്നുവെന്നും തന്നോട് മുടിയഴിച്ച് സ്റ്റൂളിലിരിക്കാൻ ആവശ്യപ്പെട്ടെന്നും ഇരിക്കാത്തതിനാലാണ് തന്നെ ആക്രമിച്ചതെന്നും റെജില പറഞ്ഞു. ഉണ്ടമുളകൊക്കെ ഇട്ട തേങ്ങാക്കറിയായിരുന്നു. അങ്ങനെ അത് അടുപ്പി തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ശരീരത്തിൽ ഈ ചിക്കൻ പോക്സിൻ്റെ പാടുകളൊന്നും ഇവിടെ ഒന്നും പോയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ മുഖം തുടച്ച സമയത്ത് ഈ പാട് കണ്ടപ്പം ഞാൻ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യാനാ, 2-3 ആഴ്ച കൊണ്ട് എന്നെ തളർത്തി ഇട്ടേക്കുമല്ലയോ, ഞാൻ ഇങ്ങനെ പറഞ്ഞു, കൂടുപാത്രം ചെയ്യാൻ ഇരുന്ന് തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതങ്ങോട്ട് പറഞ്ഞത് ഈ തട്ടിയത് ഒരുമിച്ചായിരുന്നു. അന്നേരം എനിക്ക് മാറാനുള്ള സമയം കിട്ടിയില്ല. ഭർത്താവ് ഉസ്താദിനെ ഫോണിൽ വിളിച്ചു തന്നപ്പോൾ തനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഉസ്താദിനോട് പറഞ്ഞിരുന്നുവെന്നും റജില പറഞ്ഞു. ഭർത്താവ് നേരത്തെയും ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. പോലീസിൽ കേസ് കൊടുത്തതിന് ശേഷം പിന്നീട് ഉപദ്രവിച്ചിട്ടില്ലെന്നും റജില പറയുന്നു. പാലമുക്കിലുള്ള സുലൈമാൻ എന്ന ഉസ്താദാണ് ആഭിചാരക്രിയ ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്നും റജില വ്യക്തമാക്കി. ചിക്കൻ ബോക്സ് വന്നപ്പോൾ ശരീരത്തിൽ പാടുകൾ വന്നുവെന്നും അതിനെ ചൊല്ലി പരിഹസിച്ച് സംസാരിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞ കൂടോത്രം ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ടാണോ തനിക്ക് എന്നോട് ദേഷ്യമെന്ന് ചോദിച്ചപ്പോൾ കറി തട്ടിത്തെറിപ്പിക്കുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മണ്ഡലകാലത്തിന് മുന്നോടിയായി പുനലൂരിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. PS സുബാൽ MLA നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഇടത്താവളങ്ങളിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും തീരുമാനമായി. സുരക്ഷയും ശക്തിപ്പെടുത്തും. നമുക്കുള്ളത് 50 ലക്ഷം രൂപയുടെ മിനിമം സ്റ്റോക്കാണ്. അത് വെച്ചിട്ട് അച്ചൻകോവിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരം തമിഴ്നാട് ബോർഡറിലേക്ക് പാച്ച് ചെയ്യാനുള്ള എമൗണ്ട് ആ വർക്കിനുണ്ട്. അത് പുള്ളി അവിടെ തെറ്റിലിറക്കി തുടങ്ങി. പക്ഷേ ഈ പറഞ്ഞ കാലാവസ്ഥ ഇവിടുത്തേക്കാട്ടിലും കൂടുതൽ മഴ തുടർമഴ അവിടെ അഫക്റ്റഡ് ആയതുകൊണ്ട് 2 ഡ്രൈ ഡേ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഫോറസ്റ്റഡ് ആയതുകൊണ്ടും ഈ പെട്ടെന്ന് ഡ്രൈ ആവത്തില്ല. അതിൻ്റെ ഒരു താമസമുണ്ട്. ശബരിമല മണ്ഡല മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അവലോകന യോഗം ചേർന്നത്. PS സുബാൽ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. TB ജംഗ്ഷനിൽ കൂടുതൽ പോലീസ് സേവനത്തിനായി നിർദ്ദേശം നൽകാൻ SHOയോട് MLA യോഗത്തിൽ നിർദ്ദേശിച്ചു. അമിത ചാർജ് ഈടാക്കുന്നതിനെതിരെ നടപടിയെടുക്കാനും എല്ലാ ഓട്ടോറിക്ഷകളിലും ഫെയർ ചാർജ് ബോർഡ് സ്ഥാപിക്കാനും MVIമാർക്ക് നിർദ്ദേശം നൽകി. ഇങ്ങോട്ട് വരുന്നതിനുള്ള ചാർജ് അമിതമായി ഈടാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് അവരുടെ ഒരു അറിവിലേക്ക്
നമുക്ക് അവിടെ വേണമെങ്കിൽ ഒന്ന് പ്രദർശിപ്പിക്കാമല്ലോ. ഓട്ടോക്കാർക്ക് നിർദ്ദേശം കൊടുക്കുക, എല്ലാ ഓട്ടോക്കാർക്കും അമിതമായി ഒരു വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരല്ല. പൊതുവിലൊരു നിർദ്ദേശം കൊടുക്കുക, ഞാൻ ഒരാൾ വന്ന സാഹചര്യം. പിന്നെ അവിടെ സ്റ്റേഷനിൽ, റെയിൽവേ സ്റ്റേഷനിൽ അത് ഓട്ടോ നിരക്ക് നമുക്ക് പ്രദർശിപ്പിക്കാമല്ലോ വേണമെങ്കിൽ. തമിഴിലും മറ്റു ഭാഷകളിലും തെലുങ്കിലും എല്ലാം അത് വേണമെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയും. അത് വന്നാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രവർത്തനന്മാർക്ക്. കുളത്തൂപ്പുഴയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിനായി താൽക്കാലിക ഷെഡ് സ്ഥാപിക്കാൻ കുളത്തൂപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. അച്ചൻകോവിൽ റോഡിൽ വന്യമൃഗശല്യം ഒഴിവാക്കാൻ പട്രോളിംഗ് നടത്താൻ പുനലൂർ DFOയ്ക്ക് യോഗം നിർദ്ദേശം നൽകി. കോട്ടവാസൽ തെന്മല റോഡിൽ സൈൻ ബോർഡ് സ്ഥാപിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി നടപടിയെടുക്കാൻ PWD AEയെ ചുമതലപ്പെടുത്തി. ഇടത്താവളങ്ങളിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്നും റെയിൽവേ ഉൾപ്പെടെയുള്ള വകുപ്പുകളെ ചേർത്ത ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം കൂടി ചേരുമെന്നും MLA അറിയിച്ചു. ശബരിമല സീസണിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി റോഡ് ഓഡിറ്റ് നടത്താനും നിർദ്ദേശിച്ചു. ദേവസ്വം ബോർഡ് അംഗം A. അജികുമാർ, പുനലൂർ RDO സുരേഷ് ബാബു, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ്, പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് PANS കനകമ്മ, തഹസിൽദാർ അജിത് ജോയി, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആവശ്യാനുസരണം ബയോ ടോയ്ലറ്റുകൾ ഞങ്ങൾ ഇവിടെ ക്രമീകരിക്കും. അത് മാത്രമല്ല, അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാൻ ആവശ്യമായിട്ടുള്ള പന്തലുകൾ എല്ലാ ഇടത്താവളങ്ങളിലും ക്രമീകരിക്കുന്ന ഭാഗമായി അച്ചൻകോവിലും ആര്യങ്കാവിലും എല്ലാം ഞങ്ങൾ ക്രമീകരിക്കും. കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും സംതൃപ്തകരമായിട്ടുള്ള, പരാതിരഹിതമായിട്ടുള്ള ഒരു മണ്ഡലകാലമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് യാതൊരു പരാതിയും ഉണ്ടാകാത്ത രൂപത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ഇതര ഡിപ്പാർട്ട്മെന്റും ഏർപ്പെടുത്തും. അതിനാവശ്യമായ ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLA DS സുബാൽ ആണ് അതിന് മുൻകൈയെടുത്ത് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധം. പത്തനാപുരത്ത് ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് പത്തനാപുരത്ത് നിന്നും പട്ടാഴി സ്വദേശിയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ബൈക്കിൽ മദ്യലഹരിയിലെത്തിയ യുവാക്കൾ വാഹനം തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ചത്. വാഹനത്തിന് കേടുപാടുകളും വരുത്തി. ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പത്തനാപുരത്ത് ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. നമ്മുടെ വ്യാപാരം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, വിവിധ തൊഴിലുകൾക്കായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. പത്തനാപുരം സഹകരണ ബാങ്കിന്റെ ആംബുലൻസ് ഡ്രൈവർ വിപിനാണ് മർദ്ദനമേറ്റ് ചികിത്സയിലുള്ളത്. പത്തനാപുരത്തു നിന്നും അത്യാസന്ന നിലയിലുള്ള പട്ടാഴി സ്വദേശി 51 വയസ്സുകാരിയെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കൊട്ടിയത്ത് ഇടുങ്ങിയ വൺ വേ റോഡിൽ വെച്ചാണ് ബൈക്കിൽ മദ്യലഹരിയിലെത്തിയ 3 യുവാക്കൾ അകാരണമായി ആംബുലൻസ് തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ചതും വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയതും. നമുക്ക് വഴി തരാതിരിക്കുകയും നമ്മൾ സൈഡിലൂടെ കയറിയ സമയത്ത് ഇവർ വണ്ടി ബ്ലോക്ക് ചെയ്യുകയും ചാടി ഇറങ്ങി വന്ന് ഇതിലേക്കാണ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയിലൊക്കെ വന്ന് അടിക്കുകയും മറ്റേ ഗ്ലാസ് കടിച്ചു പിടിച്ച് എന്നെ തരികയും അടിച്ചു. കൊട്ടിയം പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ജീവൻ രക്ഷയ്ക്കായി ഓടുന്ന ആംബുലൻസുകൾക്ക് നേരെ നടക്കുന്ന അക്രമത്തിലും അക്രമികളെ പിടികൂടാത്തതിലും പ്രതിഷേധിച്ചാണ് പത്തനാപുരം പുനലൂർ കുന്നിക്കോട് മേഖലയിലുള്ള ആംബുലൻസ് ഓണേഴ്സും ഡ്രൈവർമാരും പ്രതിഷേധിച്ച് പണിമുടക്കിയത്. പ്രതികളെ പിടികൂടി തക്കതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി ആംബുലൻസ് പണിമുടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇതിനു മുമ്പും പലതവണ നമ്മുടെ ഈ ആംബുലൻസ് മേഖലയിൽ അക്രമങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. കോവിഡ് സമയത്ത് കൊല്ലത്ത് തന്നെ ഒരു വാഹനം രോഗി ഇറക്കാൻ പോയപ്പോൾ 2-3 പേര് ചേർന്ന് ആക്രമിക്കുകയൊക്കെ ഉണ്ടായി. അന്നും എല്ലാം ഒഴുക്കം മട്ടിലാണ് പോയത്. എന്നാൽ ഇത് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു രോഗിയായിട്ട് വന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിനെ മർദ്ദിക്കുന്നു. നമ്മുടെ കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷൻ്റെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ മെമ്പറാണ് അദ്ദേഹം. അപ്പം ഇത് വളരെ മൃഗീയമാണ്. കഴിഞ്ഞ ദിവസം
പത്തനാപുരത്ത് നിന്ന് കൊട്ടിയത്തിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായിട്ട് പോയ പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആംബുലൻസും അതുപോലെ ആംബുലൻസിലെ ഡ്രൈവറും ശ്രീ വിപിൻ ബാലനെയും കൊട്ടിയത്ത് വെച്ച് 3 സാമൂഹ്യവിരുദ്ധരായിട്ടുള്ള ഗുണ്ടകൾ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും വാഹനത്തിൻ്റെ ഗ്ലാസ് അടിച്ചു കയറുകയും ചെയ്യുകയുണ്ടായി. ഏവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രവണതകൾ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ വലിയ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ആംബുലൻസുകൾ യാത്ര ചെയ്യുന്നത് ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഡ്രൈവർ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത്തരത്തിൽ പോകുന്ന ഡ്രൈവർമാരെ ഉപദ്രവിക്കുകയും ആംബുലൻസുകൾ തകർക്കുകയും രോഗിയുള്ളപ്പോൾ തന്നെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ രോഗി ആംബുലൻസിൽ കിടക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് നമ്മുടെ നാടിനാകെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഇന്ന് പത്തനാപുരത്തെ സർവീസ് സഹകരണ ബാങ്കിലെ ഡ്രൈവർ വിപിൻ ബാലനാണെങ്കിൽ നാളെ ഏതൊരാൾക്കും ഏതൊരു ആംബുലൻസ് ഡ്രൈവറിനും ഇത് സംഭവിക്കാവുന്ന കാര്യമാണ്. കാരണം നിരത്തുകളിൽ അതിവേഗം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പോകുന്ന വാഹനങ്ങളാണ് ആംബുലൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ആക്രമണം നടത്തിയവർ സമൂഹത്തിനാകെ ദോഷകരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന അതിന് ഒരു ഉപകാരം ചെയ്യുന്നവരല്ല ഇത്തരത്തിലുള്ള ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളെ അതിശക്തമായ നിയമ നടപടികൾ കൊടുത്ത് അവർക്ക് ഉചിതമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അടിയന്തരമായി പോലീസ് അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായേ മതിയാകത്തുള്ളൂ. അല്ലെങ്കിൽ നാളെയും ഇത് സമൂഹത്തിൽ വലിയ ദോഷകരമായ സംഭവങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊല്ലം ജില്ലയിൽ എക്സൈസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പരിശോധന നടത്തി. 2 ദിവസങ്ങളിലായി 100-ലധികം വാഹനങ്ങളാണ് പരിശോധിച്ചത്. പരിശോധന തുടരുമെന്ന് ഇരു വകുപ്പുകളും വ്യക്തമാക്കി. കൊല്ലം ജില്ലയിൽ എക്സൈസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധന തുടരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന നടത്തി. 2 ദിവസങ്ങളിലായി 100-ലധികം വാഹനങ്ങളാണ് പരിശോധിച്ചത്. സർവീസ് ബസ്സുകളിൽ മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 2 ദിവസങ്ങളിലായി 100-ലധികം വാഹനങ്ങളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസം മാത്രം 64 വാഹനങ്ങൾ പരിശോധിച്ചു. പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 2 ബസ്സുകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കി. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരാളെയും കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത 11 ബസ്സുകളെയും കണ്ടെത്തി. ഇവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചു. പരിശോധനയ്ക്ക് എൻഫോഴ്സ്മെന്റ് RTO AK ദിലു, MVIമാരായ അനിൽ, PS അഭിലാഷ്, എക്സൈസ് SI C ദിലീപ്, പ്രിവന്റീവ് ഓഫീസർ മനു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന രേഖകളുടെ പ്രകാശനം നടത്തി. വാർഷിക പദ്ധതി ആനുകൂല്യ വിതരണവും നടന്നു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിലാണ് 2020-25 കാലയളവിലെ വികസന രേഖകളുടെ പ്രകാശനം നടന്നത്. ഇതോടൊപ്പം വാർഷിക പദ്ധതി ആനുകൂല്യ വിതരണവും നടത്തി. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. ഓരോ വകുപ്പിലും വന്നിട്ടുള്ള മാറ്റം, ഓരോ ഡിപ്പാർട്ട്മെന്റിലും വന്നിട്ടുള്ള മാറ്റം, പൊതുവെ 7 ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വളരെ നല്ല സഹായമാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അത് വളരെ നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമ്മേളന ഉദ്ഘാടനവും വികസന രേഖകളുടെ പ്രകാശനവും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. വാർഷിക പദ്ധതി ആനുകൂല്യ വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഉദ്യോഗസ്ഥരെ ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ, ബിനു മംഗലത്ത്, വത്സലകുമാരി K, വർഗീസ് തരകൻ, R ഗീത, S ശ്രീകുമാർ, ശ്രീജ SK, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിൽ S കല്ലേലി ഭാഗം, ജില്ലാ പഞ്ചായത്ത് അംഗം P ശ്യാമളയമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പുഷ്പകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കർഷകർക്ക് ആശ്വാസമായി റബ്ബർ താങ്ങുവില വർധന. വിപണി വിലയേക്കാൾ 11 രൂപ കൂട്ടി 200 രൂപയായാണ് റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചത്. 5.65 ലക്ഷം കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. താങ്ങുവിലയിലെ വർധന റബ്ബർ കർഷകർക്ക് ആശ്വാസമാവുകയാണ്. വിപണി വിലയേക്കാൾ 11 രൂപ കൂട്ടി 200 രൂപയായിട്ടാണ് താങ്ങുവില ഉയർത്തിയിട്ടുള്ളത്. 5.65 ലക്ഷം കർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. കിലോയ്ക്ക് 189 രൂപയാണ് ഇപ്പോൾ റബ്ബറിന്റെ വില. കർഷകർക്ക് 11 രൂപ 1 കിലോയ്ക്ക് ആനുകൂല്യം കിട്ടും.
180 രൂപയാണ് നിലവിലെ താങ്ങുവില. ഒരു വർഷമായി താങ്ങുവിലയേക്കാൾ വിപണി വില കൂടുതലായിരുന്നു. അതുകൊണ്ട് കർഷകർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിരുന്നില്ല. പല കർഷകരും രജിസ്ട്രേഷൻ പുതുക്കിയിരുന്നില്ല. ആനുകൂല്യം കിട്ടണമെങ്കിൽ രജിസ്ട്രേഷൻ പുതുക്കണം. പുതിയ രജിസ്ട്രേഷന് സെപ്റ്റംബർ 30 വരെയായിരുന്നു സമയം. ഇതിന് അവസരം നൽകണമെന്ന് കർഷക സംഘടനകൾ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. 2015 തുടങ്ങിയ പദ്ധതിയിൽ ഇതുവരെ 2000 കോടിയോളം രൂപ ആനുകൂല്യമായി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ റബ്ബർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുടെ ദേശീയ കൂട്ടായ്മ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മധുര ഡിവിഷണൽ മാനേജർ ഓം പ്രകാശ് വീണയുടെ നേതൃത്വത്തിലുള്ള സംഘം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തി. 1.5 വർഷം മുമ്പ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. നിർമ്മാണത്തിലെ ഗുണനിലവാരത്തെ പറ്റിയുള്ള പരാതിയും പദ്ധതി വിഭാവനം ചെയ്ത സമയത്തെ രൂപരേഖ അനുസരിച്ചാണോ നിർമ്മാണം നടക്കുന്നതെന്നും സംഘം പരിശോധിച്ചു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ 1.5 വർഷം മുമ്പ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മധുര ഡിവിഷണൽ മാനേജർ ഓം പ്രകാശ് വീണയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. നിർമ്മാണത്തിലെ ഗുണനിലവാരത്തെ പറ്റിയുള്ള പരാതിയും പദ്ധതി വിഭാവനം ചെയ്ത സമയത്തെ രൂപരേഖ അനുസരിച്ചാണോ നിർമ്മാണം നടക്കുന്നതെന്നും സംഘം പരിശോധിച്ചു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ശ്രദ്ധക്കുറവും ഉദ്യോഗസ്ഥരെയും കരാറുകാരുടെ പ്രതിനിധികളെയും ബോധ്യപ്പെടുത്തി. സ്റ്റേഷൻ മന്ദിരത്തിന്റെ മുൻഭാഗത്ത് 20 മീറ്റർ നീളത്തിൽ പ്രത്യേകം നിർമ്മിക്കുന്ന കോൺക്രീറ്റ് മേൽക്കൂരയുടെ നിർമ്മാണത്തിന്റെ തറനിരപ്പിൽ നിന്ന് കോൺക്രീറ്റ് ബീമുകൾക്ക് താങ്ങുകൊടുത്തിരുന്നത് സുരക്ഷയില്ലാതെയെന്ന് കണ്ടെത്തി. ദ്രവിച്ച പലകകളാണ് ഇവിടെ അടിഭാഗത്ത് താങ്ങായി സ്ഥാപിച്ചിരുന്നത്. 2ാം പ്ലാറ്റ്ഫോമിലെ ലിഫ്റ്റിന്റെ അടിഭാഗത്തെ ജലാംശം മാസങ്ങളായിട്ടും പരിഹരിക്കാത്തതിൽ ഉദ്യോഗസ്ഥരെ ശകാരിച്ചു. എത്രയും വേഗം തകരാർ പരിഹരിച്ച് ലിഫ്റ്റ് തുറക്കണമെന്നാവശ്യപ്പെട്ടു. 1ാം പ്ലാറ്റ്ഫോമിന്റെ വശത്തെ വിശ്രമമുറി, RPF മന്ദിരം, പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവയുടെ നിർമ്മാണം, സ്റ്റേഷൻ മന്ദിരത്തിന്റെ നവീകരണം എന്നിവയും സംഘം പരിശോധിച്ചു. RPF കെട്ടിട നിർമ്മാണം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് കരാറുകാർ ഉറപ്പു നൽകി. സ്റ്റേഷൻ മന്ദിരം മോടി പിടിപ്പിക്കലുമായി ബന്ധപ്പെട്ട കോൺക്രീറ്റ് മേൽക്കൂരയുടെ നിർമ്മാണവും കവാടത്തിന്റെ ശേഷിക്കുന്ന പണികളും വേഗം പൂർത്തീകരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ ഗണേശൻ, ഡിവിഷൻ എഞ്ചിനീയർ പ്രവേണ, സീനിയർ ഓപ്പറേറ്റിംഗ് മാനേജർ എന്നീ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. പുനലൂരിൽ റെയിൽവേ റണ്ണിംഗ് റൂമും വരുന്നുണ്ട്. ലോക്കോ പൈലറ്റ് ഗാർഡ്, സ്റ്റേഷൻ മാനേജർ, സ്റ്റേഷൻ മാസ്റ്റർ, സ്റ്റേഷൻ സൂപ്രണ്ട്, വനിതാ വിഭാഗം ജീവനക്കാർ എന്നിവർക്ക് താമസിക്കുന്നതിനായി റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിന്റെ വടക്കുഭാഗത്ത് 3 നില കെട്ടിടത്തിലാണ് റെയിൽവേ റണ്ണിംഗ് റൂം വരുന്നത്. കൊല്ലം ചെങ്കോട്ട പാതയിൽ പരിശോധിക്കാനെത്തിയ മധുര ഡിവിഷണൽ മാനേജർ ഓം പ്രകാശ് മീണ റെയിൽവേ ഭൂമി പരിശോധിച്ചു. സുരക്ഷാ ഉപകരണങ്ങൾ അടക്കമുള്ളത് സ്ഥാപിക്കുന്നതിന് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ മുറിയുടെ വലിപ്പം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകി. യാത്രക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് 1ാം പ്ലാറ്റ്ഫോമിലേക്ക് റോഡിൽ നിന്ന് പ്രവേശിക്കുന്ന ഭാഗത്തിന്റെ വീതി വർദ്ധിപ്പിക്കാനും ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ശിശു സൗഹൃദ വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. IRELന്റെ സാമൂഹ്യ ഉത്തരവാദിത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. ചവറ IRELന്റെ സാമൂഹ്യ ഉത്തരവാദിത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ശിശു സൗഹൃദ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. IREL ജനറൽ മാനേജർ NS അജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ തുടങ്ങിയുള്ള ആയിരക്കണക്കിന് വസ്തുക്കൾ നിർമ്മിക്കുവാനായിട്ട് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ IREL നമ്മുടെ സാധാരണ പ്രവർത്തനത്തോടൊപ്പം തന്നെ നമുക്കറിയാം IREL ഒരു മൈനിങ് കമ്പനിയാണ്. IREL പ്രവർത്തനം നടക്കുന്ന മേഖലകളിൽ സമൂഹത്തിൻ്റെ പൊതുജനങ്ങളുടെ ഉന്നമനത്തിനായി സേവനത്തിനായിട്ട് കൂടി IREL പ്രവർത്തിക്കണമെന്നാണ് IRELയുടെ ലക്ഷ്യം. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. നമ്മൾ NGOസുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലാണ് ആശുപത്രിയിൽ ഇത്തരമൊരു ശിശു സൗഹൃദമായിട്ടുള്ള ഒരു ബ്ലോക്ക് ഉണ്ടാക്കണമെന്നും ഒക്കെ തീരുമാനിച്ചു. അത് IRELയോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം IREL മാനേജ്മെൻറ്റ് അതിനെ സ്വീകരിക്കുകയും അതുമാത്രമല്ല നമ്മുടെ ആശുപത്രിയിൽ ലാബിൽ അത്യാവശ്യമായി വേണ്ട പുതിയ മെഷീനുകളെക്കുറിച്ച് IREL ബന്ധപ്പെട്ട അജിത് സാറിനോടും ഭക്തൻ സാറിനോടും അജിത് സാറിനോടും ഒക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായി അതിനെ കാണുകയും നമ്മുടെ ഇപ്പോഴത്തെ കാഷ്വാലിറ്റിയില്ല ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയ ബെഡുകൾ ഉൾപ്പെടെ സ്പോൺസർ ചെയ്തത് IREL ആണ്.
അതിനുവേണ്ടി മാത്രം IR ചിലവാക്കിയത് 23.5 ലക്ഷം രൂപയാണ് IR മാനേജ്മെൻറ്റ് നമ്മുടെ ആശുപത്രിയുടെ ഈ സൗകര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. IRL DGM KS ഭക്തദർശൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മൽരാജ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രസന്നൻ ഉണ്ണിത്താൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി R, പന്മന ഗ്രാമപഞ്ചായത്ത് അംഗം R ഷീല, ചവറ CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശശി MD എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച സബ് സെന്റർ ഹാൾ ഉദ്ഘാടനം ചെയ്തു. അനുമോദനവും ഇതോടനുബന്ധിച്ച് നടത്തി. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച സബ് സെന്റർ ഹാളിന്റെ ഉദ്ഘാടനം നടത്തി. ഇതോടനുബന്ധിച്ച് അനുമോദനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് തന്നെ മൈനാഗപ്പള്ളിയിൽ തന്നെ 2ാം വാർഡിൽ പുതിയ ക്രഷ് നമ്മൾ ആരംഭിച്ചു. അംഗനവാടി കം ക്രഷ്. അവിടെ നമ്മുടെ തൊഴിലുറപ്പ് സാധാരണക്കാരെ കർഷകരായിട്ടുള്ളവർക്ക് അവർക്ക് ആവശ്യമുള്ളവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ അവിടെ കൃഷിയിൽ കൊണ്ടുവന്ന് പോകുവാനും അവരുടെ തൊഴിലിന് യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാവിലെ കൊണ്ടുവന്നാക്കിയിട്ട് വൈകുന്നേരത്ത് അവർക്ക് കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം അതിൽ അവിടെ തന്നെയും ഒരു കെട്ടിടം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച അതിന്റെ നമ്മുടെ സബ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നവീകരിച്ച സബ് സെന്റർ അത് ഉടനെ തന്നെ ഇനാഗുറേഷൻ നടത്തുന്നു. വാർഡംഗം ഷാജി ചെറുക്കുമേൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി സ്വാഗതം പറഞ്ഞു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PM സെയ്ദ് മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ പ്രവർത്തകരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈഷാജഹാനും ഹരിതകർമ്മസേനാംഗങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൻസർ ഷാഫിയും തൊഴിലുറപ്പ് തൊഴിലാളികളെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് മൈനാഗപ്പള്ളിയും CDS അംഗങ്ങളെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R സജിമോനും ആദരിച്ചു. MSc സ്റ്റാറ്റിസ്റ്റിക്സിൽ റാങ്ക് നേടിയ അതുല്യ കൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സിജു ആണ് അതുല്യ കൃഷ്ണനെ ആദരിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദുമോഹൻ, R ബിജുകുമാർ, മൈമുന നജീബ്, ജലജ രാജേന്ദ്രൻ, ഷിജിന നൌഫൽ, റാഫിയ നവാസ്, അനിത അനീഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബുഷ്ര, E ഷാനവാസ്, ഫസീല, അശ്വതി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് പൊതുസമ്മേളനം നടത്തി. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, ആദരം, ബോധവൽക്കരണം എന്നിവയും നടന്നു. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, ആദരം, ബോധവൽക്കരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട സേവനത്തിന് കരുനാഗപ്പള്ളി SHO ബിജു വിക്ക് ആദരവ് നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് മുജീബ് അധ്യക്ഷത വഹിച്ചു. കരുനാഗപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ ലിതേഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഈ ലഹരി പണ്ടൊക്കെ നമുക്കറിയാം, നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറിയ വയസ്സിൽ മദ്യപിക്കാൻ പോകുന്ന ആൾക്കാർ പോലും, മദ്യപിക്കുന്നവർ പോലും ഈ ഷാപ്പുകളിലൊക്കെ നമുക്കറിയാം തലയിൽ മുണ്ടിട്ടുണ്ട്. അതായത് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടി ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ അച്ഛനും മകനും അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും ചേർന്നിരുന്ന് മദ്യപിക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് വിശേഷം വന്നാലും, മരണമായാലും ജനനമായാലും വീടിന്റെ പാലുകാച്ചായാലും എന്ത് വന്നാലും, എന്തൊരു വീട്ടിലെ എന്തൊരു കാര്യം വന്നാലും അവിടെ എല്ലാം മദ്യത്തിന്റെ അതൊരു നമ്മുടെ ഒരു എന്താ പറയുക, ഒരു നാട്ടുനടപ്പായി മാറിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അതിനേക്കാളൊക്കെ വളരെ ഭീകരമാണ് ലഹരിയുടെ, അതായത് മയക്കുമരുന്നുകളുടെ ഉപയോഗം. N നൂറുദ്ദീൻ ലോൺ, GST എന്നിവയിൽ വിശദീകരണം നൽകി. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് Y സുമീർ നിർവഹിച്ചു. ഹബീസ് MK മുഖ്യപ്രഭാഷണം നടത്തി. ഷംനാദ് സലിം ചുറ്റുമൂല സംഘടനാ വിശകലനം നടത്തി. AA ജബ്ബാർ, സന്തോഷ്, സാജൻ കുണ്ടറ, വിനോദ് വി പിള്ള, അൻവർ ചുറ്റുമൂല, മഹമ്മൂദ് എന്നിവർ പങ്കെടുത്തു. ഡീലർ ആണെങ്കിൽ, അതായത് യൂസ്ഡ് വെഹിക്കിൾ ഡീലർ ആണെങ്കിൽ, ഞങ്ങൾ തന്നിരിക്കുന്ന ഒരു യൂസർ ID പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് വാഹൻ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ഈ വെഹിക്കിൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഈ വാഹനത്തിന് എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും കേസുകളുണ്ടോ, ഇതിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി കറക്റ്റ് ആണോ, അതിൻ്റെ ഓണർഷിപ്പിൻ്റെ സീരിയൽ നമ്പർ, ഇതിനകത്ത് ഫിനാൻസ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ബാധ്യതകളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ യൂസർ ID പാസ്വേഡ് നിങ്ങൾക്ക് തന്നു, അതിനകത്ത് വെഹിക്കിൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാനുള്ള ഫെസിലിറ്റി തന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
പ്രധാന വാർത്തകൾ വീണ്ടും. PM ശ്രീ പദ്ധതിയിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എല്ലാം ആലോചിച്ചാണ് ചെയ്തത്. AISF, AIYF പ്രവർത്തകരുടെ പ്രതിഷേധം അതിരുകടന്നതായും മന്ത്രി. ആഭിചാരക്രിയയ്ക്ക് കൂട്ടുനിന്നില്ല. ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ച ഭർത്താവ്. കൊല്ലം മായൂർ സ്വദേശി റെജിലയ്ക്കാണ് മുഖത്ത് പൊള്ളലേറ്റത്. കൊല്ലം ജില്ലയിൽ എക്സൈസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തി. 2 ദിവസങ്ങളിലായി 100-ലധികം വാഹനങ്ങളാണ് പരിശോധിച്ചത്. പരിശോധന തുടരും. അമൃത് ഭാരത് പദ്ധതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉന്നതതല സന്ദർശനം. മധുര ഡിവിഷണൽ മാനേജർ ഓം പ്രകാശ് മീണയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.